وأن يكون الزوج صادق المطيع ഭർത്താവ് ആത്മാർത്ഥമായ സ്നേഹമുള്ളവനായിരിക്കണം. സ്നേഹം ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ പാടില്ല. ഒറിജിനൽ സ്നേഹം, പത്തരമാറ്റത്ത സ്നേഹം. ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹം പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹം പിന്നെ അവരൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും സാരി മാറ്റുകൊണ്ട് കൊടുത്തപ്പോ എന്റെ സംശയങ്ങളൊക്കെ മാറി, ഭാര്യയ്ക്കിപ്പോലെ സ്നേഹം അത് മാറ്റുകൊണ്ട് കൊടുക്കുമ്പോ അങ്ങനെയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹമുണ്ടല്ലോ, അത് കറ പുരണ്ടു പോയാൽ പിന്നെ വലിയ പാടാണ്. സംശയം വരുത്താത്ത രീതിയിൽ ജീവിക്കും. ആത്മാർത്ഥമായ സ്നേഹം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ നിനക്ക് കഴിയണം. ആത്മാർത്ഥമായ സ്നേഹമുള്ളവൻ കൂട്ടുകാരുടെ കൂടെ വൈകുന്നേരങ്ങളിലൊക്കെ കറങ്ങി, ഉച്ചസമയത്തൊക്കെ കറങ്ങി, നല്ലതുപോലെ ചാപ്പാടൊക്കെ കഴിച്ച് ഷവർമ്മയും കറങ്ങണ കോഴിയും കറങ്ങാത്ത കോഴിയും ഓടുന്ന കോഴിയും ഒക്കെ കഴിച്ച് സന്തോഷമായിട്ട് വൈകുന്നേരം വരുമ്പോ ഭാര്യ ഭക്ഷണം കഴിക്കാതെ ഇക്ക വരട്ടെ ഉമ്മ, ഇക്ക വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. ഇവിടെ ഇക്കാന്ന് എന്നെ വിളിക്കുമ്പോ ഭാര്യ ഭർത്താവിന് ഇക്കാന്ന്, നമ്മുടെ നാട്ടിൽ ആദ്യം മച്ചാന്ന് വിളിച്ചു, പിന്നെ ഇക്കാന്ന് വിളിച്ചു, പിന്നെ ഈ മാറ്റിയിട്ട് വെറും പിന്നെ അത് മാറ്റിയിട്ട് ഇപ്പൊ വിളിക്കുന്നത് ഡാ. എവിടാടാ? ഹലോ എവിടാടാ? എവിടാടാ? ഓക്കെടാ. ഇപ്പൊ ഡായാണ് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും അങ്ങോട്ട് ഇങ്ങനെ ഡാന്ന് വിളിക്കും. ഭയങ്കര സ്നേഹമല്ലേ ഇപ്പോ. 90 വയസ്സായ ഉപ്പാപ്പാരുടെ മൊബൈലിൽ ഭാര്യയുടെ പേരടിച്ചിരിക്കുന്നത് മൈ മോളു എന്നാണ്. മൈ മോളു സ്നേഹമാണ്, നല്ലതാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരട്ടെ നമുക്ക്. അപ്പോ ഭർത്താവ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരും, ഭാര്യ പറയും ഇക്ക വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ ഇട്ട് വെക്കുമ്പോ ഭർത്താവ് വരുമ്പോ ഭാര്യ പറയും ചോറിട്ട് വെച്ചിരിക്കുന്നു, എനിക്ക് വേണ്ട, നീ കഴിച്ചോ. എന്താ എനിക്ക് വേണ്ടത്? യവൻ വിശാലമായി വയറ് നിറച്ച് അടിച്ച് കയറ്റിട്ടാ വന്നിരിക്കും. ഭാര്യ വിചാരിക്കും ഭർത്താവ് എന്തോ സങ്കടം കൊണ്ടൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് എനിക്കും വേണ്ട. ഭാര്യ കഴിച്ചില്ല, എല്ലാം കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച്, ഫ്രിഡ്ജ് ഉണ്ടല്ലോ വിഷമിക്കണ്ട, 4 ദിവസത്തെ ആണെങ്കിലും 40 ദിവസത്തെ അവിടെ ഇരുന്നു കൊണ്ടുവച്ചിട്ട് ഭർത്താവിന്റെ കൂടെ വന്ന് കിടക്കുമ്പോ ഭർത്താവ് ഇങ്ങനെ ഒരു ഈർക്കലൊക്കെ എടുത്ത് ഭാര്യ അല്ലാ. ഇതൊരു സ്നേഹമാണോ? ആലോചിച്ച് നോക്കി എങ്ങനെ കഴിയും. സഹോദരങ്ങളെ, കൂട്ടുകാരോടൊത്ത് ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ മൊബൈൽ അങ്ങോട്ട് എടുക്കണം, എന്നിട്ട് വീട്ടിലിന്റെ നമ്പർ അങ്ങോട്ട് ഡയൽ ചെയ്യണം, എന്നിട്ട് ഭാര്യയെ വിളിക്കണം. ഞാനിപ്പോ കടയിലാണ്, ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ്, എന്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്, നീ വല്ലതും കഴിച്ചോ, മീൻ കിട്ടിയോ, എന്താണ് കറി, ഒന്നും നീ കൊണ്ടു കൊടുക്കണ്ട. എന്നാലും ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തെ ഫോണും വെച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയുണ്ടല്ലോ, മനസ്സുകൊണ്ട് കരുതും അൽഹംദുലില്ലാ, എന്റെ ഭർത്താവിനെന്നെ വിളിക്കാൻ തോന്നിയല്ലോ, എന്റെ ഭർത്താവിനെന്നെ വിളിക്കാൻ തോന്നിയല്ലോ. കൂട്ടുകാരോടൊത്ത് കറങ്ങി നടന്ന് ആഡംബരമുള്ള ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഭർത്താവ് എന്നെ മറന്നില്ലല്ലോ. ഇതാണ് കുടുംബജീവിതത്തിന്റെ കാതലായ ഭാഗം. ഒരിക്കലും നമ്മളത് പോകരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായ സ്നേഹം നിന്റെ ഭാര്യയോടുണ്ടാവണം. കാര്യം കാണാനുള്ള ഒരു സ്നേഹം, വികാര പൂർത്തീകരണത്തിനുള്ള ഒരു സ്നേഹം. പിന്നെയോ ഭാര്യയുടെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന സ്വർണ്ണാഭരണം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം, അതാവരുത്. ഒരുപാടൊന്നും പണയം വെക്കാത്തവരാരുമില്ല. ഏത് ഭാര്യമാരെ വിളിച്ചാലും സഹോദരിമാര്, അച്ഛാ ഞാനിപ്പോ സൊസൈറ്റിയിലാ, ശരി പിന്നെ വിളിക്കാം, ഞാനിപ്പോ ബാങ്കിലാ, ഞാനിപ്പോ സൊസൈറ്റിയിലാ, എപ്പോഴും സൊസൈറ്റി ബാങ്ക്, സൊസൈറ്റി ബാങ്ക്. ചന്തയിൽ പോയിട്ട് വരുമ്പോ സൊസൈറ്റിയിൽ ഒന്ന് കയറണം, കാരണം എന്താ, അടയ്ക്കാനുണ്ട്. സൊസൈറ്റി ഒന്ന് കയറണം, എടുക്കാനുണ്ട്. ഇതാ വഴി. അപ്പോ അൽഹംദുലില്ലാ, മണിക്കിണർ മഹല്ല് യുവജന ഫെഡറേഷന്റെ പ്രവർത്തകർക്ക് വലിയ ഒരു ആഗ്രഹമാണ്, വളരെ നല്ല മനസ്സ്. അള്ളാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. പലിശരഹിത വായ്പാ പദ്ധതി ചെറിയ രീതിയിലൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ തളർത്തിക്കളയരുത്. ഒരുപാട് കുടുംബം അല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു പരസ്പരം സഹായിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. പലിശ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു 50,000 രൂപ നമ്മൾ കടം ചോദിച്ചപ്പോ തന്നെ തരാം. പലിശയൊന്നും തരണ്ട, 3-4 മാസത്തിനകത്ത് തിരിച്ചു തന്നാ മതി എന്ന് പറയുമ്പോ എന്ത് സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിൽ. പെട്ടെന്നൊരു രോഗം നമുക്ക് വന്നാൽ നമ്മൾ തളരൂലേ?
അവിടെ ചിന്തിക്കും. ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു സമാധാനം എന്താ? അൽഹംദുലില്ലാഹ് ഇച്ചിരി കാശ് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു വീടായി, വാഹനമായി, പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ശരീരത്തിൽ നമുക്കും മക്കൾക്കും ഇല്ല. ഈ ഒരു സമാധാനം നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അവരെ കൂടി സന്തോഷിപ്പിക്കാനുള്ള ഒരംശം പദ്ധതിയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകും. ഇല്ലെങ്കിലോ മലപ്പുറത്ത് നമ്മൾ കണ്ടില്ലേ, 14-കാരനായ ഒരു മോന് ക്യാൻസർ. ആ മകനെ 2.5 വർഷം മലപ്പുറം ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിയിട്ട് തിരുവനന്തപുരം RCCയിലേക്ക് തുണ്ടുകൊടുത്തു. ഇനി രക്ഷയില്ല, അവിടേക്ക് പോട്ടെ. അങ്ങനെ RCCയിലേക്ക് കൊണ്ടുപോകാനെന്ന് പിതാവിന് തുണ്ടുകൊടുത്തപ്പോ പിതാവ് മോനെയും കൊണ്ട് വീട്ടിൽ പോയി. കാരണം എന്താ? ആരുടെയും മുന്നിൽ നീ ചോദിക്കാൻ കഴിയില്ല, ആരുടെയും മുന്നിൽ കൈനീട്ടാൻ പറ്റൂല. പള്ളിക്കാര് തരാനുള്ളത് തന്നു, സംഘടനകൾ തരാനുള്ളത് തന്നു, ബന്ധുക്കൾ തരാനുള്ളത് തന്നു, എല്ലാം തീർന്നു. ക്യാൻസറിന്റെ മരുന്നിനെ 1 കോടി രൂപ കൊടുത്താലും ഒരാഴ്ചത്തെ മരുന്നിന് ചിലപ്പോൾ തികയില്ല. ക്യാൻസർ പല രീതിയിലാണ്, എല്ലാം ഒരേപോലെയല്ല ക്യാൻസർ. ചില ക്യാൻസറിന് കുറച്ച് പൈസ ആവുള്ളൂ, ചിലതിന് 2 ദിവസം കൊണ്ട് തന്നെ വീടും കുടുംബം മുഴുവനും വിറ്റു പറക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ പാവപ്പെട്ട നാട്ടിൽ ഈ പേമാരിയെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് ഈമാനിന്റെ കരുത്ത് കാണിച്ച് പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർക്കും അവരുടെ മക്കൾക്കും അള്ളാഹു ആ മഹാമാരിയിൽ നിന്നുള്ള പരിപൂർണമായ സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 14-കാരനായ മകനെയും കൊണ്ട് വീട്ടിൽ വന്നു. ഭാര്യയോട് പറഞ്ഞു, തിരുവനന്തപുരത്തേക്ക് ഡോക്ടർ എഴുതി തന്നിരിക്കുകയാണ്, ഒരു നിവർത്തിയില്ല, ഒരു നിർവാഹമില്ല, വണ്ടിക്കൂലി പോലും തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വണ്ടിക്കൂലി പോലുമില്ല. എന്താ തീരുമാനിച്ചത്? 20 രൂപ കൊടുത്ത് വിഷം വാങ്ങിക്കൊണ്ടുവന്ന് ചോറിൽ കലർത്തി മക്കൾക്കും കൊടുത്ത് അവരെ കഴിക്കാൻ തീരുമാനിച്ചു. മുസ്ലിം കുടുംബമാണ്. ഭാര്യ സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു, ഇക്കാ എങ്ങനെ നിങ്ങളുടെ മനസ്സനുവദിക്കുന്നു ഇക്കാ? ഇതുപോലെ മതപ്രഭാഷണ വേദികളിൽ തലമറച്ചുകൊണ്ട് മൊത്തയിട്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്നു, വേണ്ട, നമുക്കത് ചെയ്യണ്ട. അല്ലാഹു ഈമാനില്ലാതെ മരിക്കാനാണോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത്? അവസാനം ഭർത്താവ് പറഞ്ഞതെന്തെന്നറിയോ? ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ നരകിച്ച് രോഗം കാരണം ഉരുകി എന്റെ മുമ്പ് കിടന്നു മരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, രോഗമില്ലാത്ത 2 മക്കൾക്ക് കൂടി വിഷം കൊടുക്കുകയാണ്. മൂത്ത മകന്റെ വായിലേക്ക് വിഷച്ചോറ് വാരിക്കൊടുത്തു, രണ്ടാമത്തെ പൊന്നുമോന്റെ വായിലേക്ക് വിഷച്ചോറ് വാരിക്കൊടുത്തു, മൂന്നാമത്തെ 2.5 വയസ്സുകാരനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞിട്ട് വിഷച്ചോറ് വാരിക്കൊടുത്തു. പുഞ്ചിരിയുടെ പരിമളം പോലും മുഖത്തിരുന്ന് മാറാത്ത തങ്കക്കുടങ്ങള് ചോറ് കൊടുത്തുകൊണ്ട് കൊന്നു കിടത്തിയിട്ട് ആ ഉമ്മയും ഉപ്പയും വിഷച്ചോറ് കഴിച്ചു പോയെങ്കിൽ റഹ്മാനാറ പടച്ചുറപ്പ് നമ്മുടെ നാടിനെ കാത്തിരക്ഷിക്കട്ടെ. പലിശരഹിത വായ്പാ പദ്ധതിക്കു വേണ്ടി തുടക്കം കുറിച്ച ഇന്നാട്ടിലുള്ള ദീനിന്റെ നക്ഷത്രതുല്യരായ പ്രിയപ്പെട്ട ഈമാന്റെ ചുറുചുറുക്കുള്ള ചുണക്കുട്ടന്മാർക്ക് അല്ലാഹുവിന്റെ അറസിന്റെ തണല് കൊടുത്ത് കരുണക്കടലായ പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. അതിനെ പിന്തുണയ്ക്കുന്നവർക്ക്, സഹായിക്കുന്നവർക്ക്, അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നവർക്ക് അല്ലാഹു സാമ്പത്തിക ഭദ്രത കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വലിയ കാര്യമാണ്. നിങ്ങളൊക്കെയും അതിന്റെ കൂടെ നിൽക്കണം, നാഥൻ അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. ആ സമയത്ത് ഇത്തരം നല്ല ചിന്തകൾ യുവാക്കൾക്കുള്ളത് നല്ലതാണ്. നമ്മളാൽ കഴിയുന്ന സഹായം അൽഹംദുലില്ലാഹ് നമ്മൾ അവർക്ക് കൊടുക്കണം, നാഥൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ആത്മാർത്ഥമായ സ്നേഹമായിരിക്കണം തന്റെ ഭർത്താവ് ഭാര്യയോടും കുടുംബത്തിനോടും കാണിക്കുവാനുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹമാകരുത്, കാര്യം കാണാനുള്ള സ്നേഹമാകരുത്. വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവ് ഭാര്യയോടും അങ്ങനെ തന്നെ, ഭാര്യ ഭർത്താവിനോടും അങ്ങനെയായിരിക്കണം. റഹ്മാനാറ പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിദേശ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? വ്യഭിചരിക്കണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. സ്ത്രീകൾ മുമ്പിൽ ക്യൂവാണ്. സൗദി അറേബ്യ അടക്കം
നിയമം നിരോധനമാണ്, അവിടെ അതൊന്നും പാടില്ല, കള്ളുകൂടി പാടില്ല, അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷേ 100 രൂപയ്ക്ക് കള്ളു വാങ്ങി 1000 രൂപയ്ക്ക് കച്ചവടം നടത്തി നാട്ടിൽ ധാരാളം കാശുണ്ടാക്കിയ സൗദി അറേബ്യയിൽ കള്ളു കച്ചവടം നടത്തിയവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാണ്, അനുഗ്രഹീതമായ അള്ളാന്റെ ഹബീബിന്റെ കാൽപാദം കൊണ്ട് പുളകം നിറഞ്ഞ പരിശുദ്ധ സൗദി രാജ്യത്ത് ആരെങ്കിലും പെണ്ണ് കച്ചവടത്തിലൂടെയോ കള്ള് കച്ചവടത്തിലൂടെയോ വഞ്ചനയിലൂടെയോ ചതിയിലൂടെയോ 1 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിന് പകരം അള്ളാഹു നിങ്ങളെ കരയിപ്പിച്ചിട്ടല്ലാതെ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആണയിട്ട് ഞാൻ പറയാണ്, ഈ സരസിൽ നിന്ന് നിങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അബദ്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ചു മടങ്ങി. അവിടെ ഒരു പരിപാടി നടക്കും. ചെയ്യുന്നവരുണ്ട് ധാരാളം. ഹറം ഷരീഫിന്റെ മുമ്പിൽ വരെയും വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരുപാടുണ്ട്. പക്ഷെ അത് മനുഷ്യന്റെ വിവേകമില്ലായ്മയാണ്, അപകടമാണ്, ഭാവി നശിപ്പിക്കാൻ ഉതകുന്ന പ്രവർത്തനമാണ്. അള്ളാഹു പടച്ചറപ്പ് കാത്തിരക്ഷിക്കട്ടെ. ഭാര്യയെ മറന്നുകൊണ്ട് വിദേശ രാജ്യത്ത് 10 ദിർഹമിന് പകരമായി തൊലിവെളുപ്പുള്ള പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നീ വരുന്നതും കാത്തുകൊണ്ട് മണിക്കിണർ പള്ളിയുടെ പരിസരത്ത് തലമറച്ചുകൊണ്ട് യാസീനോദിയിട്ട് എന്റെ ഭർത്താവിനൊരു അപകടവും വരുത്തല്ല അല്ലാഹ് എന്ന് ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ, അത് സ്നേഹമില്ല, ആത്മാർത്ഥമായ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ അവിടെ കിടന്ന് പെടാപ്പാടുപെടുന്ന ഭർത്താവിനെ നാളെ അത് ഞാൻ പറയുന്നുണ്ട്. മൊബൈലിലൂടെ ഇന്റർനെറ്റിലൂടെ കിട്ടിയ കാമുകനുമായി സംസാരവും ശരീരവും പങ്കുവയ്ക്കുന്ന പെണ്ണേ, നരകത്തിന്റെ ഏറ്റവും അടിപ്പത്തിലല്ലാതെ ഒരു സ്ഥാനം നിനക്കില്ല മോളെ.